രണ്ടാമത് കെട്ടിയത് തീരെ ഓക്കെ അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് രേണുവായിട്ടുള്ള അടുപ്പം. അപ്പോൾ ഈ സമയത്തൊന്നും കിച്ചുവിന് അറിയത്തില്ല രേണുവായിട്ടുള്ള കോണ്ടാക്ട്സ്, ശ്രുതി കോണ്ടാക്ട്. എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ, അച്ഛാമ്മ, വല്യമ്മ, ചേട്ടൻ. ശ്രുതിയുമായിട്ട് അങ്ങോട്ട് ഇങ്ങനെ ഈ പ്രശ്നങ്ങളോ വഴക്കുകളോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന് അവിടെ ഒരു ലൈഫ് അല്ലായിരുന്നു വേണ്ടുന്നത്. രേണുവിന് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ അറിയത്തില്ല. ഇപ്പം വീട്ടിലിങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു ഏതോ ഒരു ആൻറ്റിനെ കുറച്ചാണ് നോക്കിയിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം സത്യമാണോ ഈ ലൈവ് കണ്ട ആൾക്കാർക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം സത്യമുണ്ടെന്ന് ലാസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ 2-3 വീഡിയോയിൽ ഞാൻ രണാസുനയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിയുടെ പാസ്റ്റിലെ റിയൽ ലൈഫിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇപ്പം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പം ഈ രണാസുന കാണിച്ചു കൂട്ടുന്ന കുറേ കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും അതെന്തിനു വേണ്ടിയാണ്, എന്തിനു വേണ്ടി ആയിരുന്നു എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇവരെ പാസ്റ്റിലോട്ട് പോയേ പറ്റൂ. എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ ആയി എന്നൊക്കെ അറിയണമെങ്കിൽ, സുധിയുടെ ലൈഫ് എങ്ങനെ ആയി എന്നൊക്കെ അറിയണമെങ്കിൽ പാസ്റ്റിലോട്ട് പോയേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പാസ്റ്റിൽ നിന്ന് തുടങ്ങുന്നത്. അല്ലാതെ പ്രസൻറ്റിലെ ഓരോ കോപ്രായങ്ങളും ഓരോ ഇൻ്റർവ്യൂസൊക്കെ എടുത്തു വെച്ച് നമ്മൾ അതും റിയാക്ട് ചെയ്യേണ്ട വരും. പക്ഷേ അത് മാത്രം ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവരൊരു സ്റ്റോറി ഉണ്ട്, ഹൈഡായി കിടക്കുന്ന, ഒളിഞ്ഞു കിടക്കുന്ന ഒരു നിഗൂഢമായിട്ടുള്ളൊരു കഥയുണ്ട്. ആ കഥ വെളിയിൽ ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ആ കഥയുമായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഇന്നലെ കിച്ചുവിൻ്റെ ലൈവ് വന്നത്. കിച്ചുവിൻ്റെ ലൈവിൽ കിച്ചു പറയുന്ന കുറേ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ, എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർ കിച്ചുവിൻ്റെ ലൈവ് കണ്ടിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ, കുറേ നല്ല എല്ലാ കാര്യങ്ങളും, ഞാൻ പറഞ്ഞ സ്റ്റോറി ഏകദേശം സത്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കിച്ചുവിൻ്റെ ഇന്നത്തെ ലൈവിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റോറിയിലെ ഈ രണാസുനയുടെ സ്റ്റോറി ഉണ്ടല്ലോ, രേണുവിൻ്റെയും സുധിയുടെയും പാസ്റ്റിലുള്ള കാര്യങ്ങളും അവരുടെ സ്റ്റോറിയെല്ലാം ഞാൻ ക്ലിയർ ആക്കി കൊണ്ടുവരുവാണ്. ആ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ഇന്നലത്തെ ഒറ്റ ലൈവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിനെ ആ ലൈവിൽ കിച്ചു വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് കിച്ചു രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്നൊക്കെ എല്ലാം പറയുന്നുണ്ട്, നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആ കണ്ണിലൂടെ നിങ്ങൾ കാണണ്ട, അതൊരു സപ്പോർട്ടല്ല. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ഓക്കെ, ഇന്നിപ്പം ഇവരെ സ്റ്റോറിയല്ല ഞാൻ പറയുന്നത്. ഇന്നിപ്പം ഈ ലൈവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം അതും കൂടെ ക്ലിയർ ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം അല്ലെങ്കിൽ പിന്നെ അത് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ ലൈവിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ. അപ്പോൾ വേണ്ടുന്ന പ്രധാനപ്പെട്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാൻ പോവാണ്. ഇന്നലത്തെ ഒരു ലൈവ് കണ്ടിട്ട് കുറേ പേര് കിച്ചുവിനെ പറയുന്നുണ്ട്, കിച്ചു രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കിച്ചു എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ കുറേ പേര് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ആ കിച്ചു ചെയ്ത ലൈവിൻ്റെ മിസ്റ്റേക്സ് ആണ്. കാരണം അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, എങ്ങനെ അവതരിപ്പിക്കണമെന്ന് കിച്ചുവിന് അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്നാലും നല്ല രീതിയിൽ, നല്ല ഊക്കി എയറിൽ കയറ്റുന്ന രീതിയിലെല്ലാം കിച്ചു മാക്സിമം പ്രസൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, ലൈവിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ആരും കിച്ചുവിനെ തെറ്റിദ്ധരിക്കേണ്ട. ഇപ്പം കിച്ചുവിനെ തെറ്റിദ്ധരിക്കുന്നെന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് വെച്ചാൽ രേണുവിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്, വീട് വെച്ച് കൊടുത്ത ഫിറോസിനെ ആരെയും ഒന്നും പറയുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ ഈ കിച്ചു ഈ ലൈവ് വരാൻ തന്നെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കിച്ചുവിനെ പറ്റിയിട്ട് കുറേ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചു മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ട്, കള്ള് കുടിച്ച് പോലീസ് പിടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ യൂട്യൂബേഴ്സ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ്, അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കിച്ചു വരുന്നത്. ഇന്നലത്തെ ലൈവിൽ അത് ക്ലിയർ ആക്കിയിട്ടുമുണ്ട്, എന്താ കാര്യം എന്താ സംഭവം നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നത്തെ ഒരു ജനറേഷനിൽ ആരാടെ ഒന്ന് സിഗരറ്റ് വലിക്കാത്ത, ആരാടെ ഒന്ന് കള്ളു കുടിക്കാത്ത, ഇതൊന്ന് ശരിയാണെന്നല്ല, പക്ഷേ ഇന്നത്തെ തലമുറയിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ട് ആൾക്കാർ. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊന്നും വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കിച്ചു ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ലൈവിൽ വന്നിട്ട് പറയുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. നമ്മളൊക്കെ കാണാതെ ഒരുപാട് പേര് ഒളിച്ചിരുന്ന് ഹൈഡ് ചെയ്ത് ഒരുപാട് പിള്ളേർ, മുട്ടയെന്ന് വിരിയാത്ത പിള്ളേർ പോലും എന്തോന്ന് തോന്നിവാസമാണ് കാണിച്ചു കൂട്ടുന്നത് അല്ലേ. അപ്പം ഇന്നലത്തെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും, അവിടെ ആലപ്പുഴയിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് കള്ള് കുടിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലാണ് പോലീസ് പിടിക്കുന്നത്. തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടി ചെക്കിങ്ങിൽ
ഊതിച്ചപ്പോഴത്തേക്ക് കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അങ്ങനെയാണ് അത് ലൈവിൽ പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും നമ്മളിവിടെ കൊണ്ടിട്ട് വലിച്ച് ഇതാക്കേണ്ട കാര്യമില്ല. അത് കൃത്യമായിട്ട് കിച്ചു പറയുന്നുണ്ട്, തെറ്റെന്ന് അംഗീകരിക്കുന്നുണ്ട്, അത് ലൈവിൽ പറയുന്നുണ്ട്. അതിൽ കൂടുതൽ പിന്നെ ഒന്നും നമുക്ക് പറയാനില്ല. അത് നമ്മൾ അതിനെ നമ്മൾ ഇത് ചെയ്യണം, അംഗീകരിക്കണം. അപ്പം തെറ്റ് ചെയ്തിട്ട് തെറ്റാണെന്ന് ഒന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഇനി ലൈവിലോട്ട് വരാം. ലൈവിൽ കുറേ ആൾക്കാർക്ക് തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണ ഇപ്പം ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ലൈവും കിച്ചു പറഞ്ഞ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എത്രത്തോളം സത്യമാണ് എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ മനസ്സിലാക്കി തരാം. വീട് വെച്ചെന്ന് ഫിറോസിക്ക അവർ നിങ്ങളുടെ അമ്മയുടെ പേരിൽ കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ, എന്താണ് അതിൽ കിച്ചുവിന് പറയാനുള്ളത്? അത് ഞാനായിട്ടൊരു ബന്ധമില്ല. അതാണ് അത് ഞാൻ ഫിറോസിക്ക് എന്നെ വിളിക്കാറുണ്ട്, ഇങ്ങനെ കാര്യമൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ പറയാറൊക്കെ ഉണ്ട്, കേസ് കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാ വെറുതെ അവരൊന്നും ഇങ്ങനെ പറയുന്നില്ലേ, ആ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ അതുപോലെ ചെയ്യട്ടെ, ഞാനിപ്പോ എന്തോ ചെയ്യാൻ പറ്റും. പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കും, ആദ്യം പറഞ്ഞു നോക്കും. പിന്നെ ഞാനും ഇപ്പം അതിൽ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ ഞാനും അങ്ങനെ ഒരു വഴിയെ പോകുന്ന വള്ളിയെല്ലാം കൂടെ വലിച്ചേക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെയാണ് രേണുവിനെ കിച്ചു സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തെറ്റിദ്ധരിച്ചൊരു സീൻ. അപ്പം ഇതെന്താണെന്ന് ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പം ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇപ്പം രേണുവിനെതിരെ ഈ ഫിറോസ് വീഡിയോ വെച്ച് കൊടുത്ത ഫിറോസ് ക്രെഡിബിലിറ്റി ബാധിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചതിന് അപമാനിച്ചതിന് കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. നല്ലൊരു ചോദ്യമാണ് പുള്ളി ചോദിച്ചത്. അപ്പം കിച്ചു ഈ ഒരു ചോദ്യത്തിന് കിച്ചുവിനെ എടുത്തടിച്ച പോലെ മറുപടി പറയാൻ പറ്റത്തില്ല. ഫിറോസിന്റെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല, രേണുവിന്റെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. അതാണ് ഇതിന്റെ ഒരു സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിറോസിന്റെ സൈഡിൽ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് രേണുവിനെതിരാവും, രേണുവിന്റെ സൈഡിൽ നിന്ന് സംസാരിച്ചാൽ ഫിറോസിനെതിരാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറോസിനെതിരാകുമ്പോഴത്തേക്ക്, കാരണം ഇവർക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുക്കുകയാണ്, സ്ഥലം കൊടുത്തൊരു അച്ഛനുണ്ട്. അപ്പം അവരെല്ലാം ബാധിക്കും. ഫിറോസിന് കുറ്റം പറയുമ്പോഴത്തേക്ക് അത് അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇതിനെല്ലാം ബാധിക്കും. അപ്പം അങ്ങനെ ആ സൈഡിൽ നിന്ന് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവരെ സഹായിച്ച, നന്മ ചെയ്തൊരു വീട് വെച്ച് കൊടുത്ത ഒരാളെ എങ്ങനെ കുറ്റം പറയും? അപ്പം ആ ഒരു രീതി വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ കിച്ചുവിന് കുറ്റം പറയാൻ പറ്റത്തില്ല. രേണുവിൻ്റെ സൈഡ് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, 2018 ഒരുപാട് പേര് 2017 എന്നൊക്കെ പറയുന്നുണ്ട്. 2017 അല്ല, എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ 2018 സുധിയും രേണുവായിട്ടുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 കൊല്ലമാണ് ഇവർ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളത്. പക്ഷേ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല. അത് ഇപ്പോഴും ഞാൻ പറയുന്നത് അത് ഫേക്ക് സർട്ടിഫിക്കറ്റ് ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഒറിജിനൽ അല്ലെന്നാണ്, അത് വാലിഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് അല്ലെന്നാണ് ഞാൻ പറയുന്നത്, മനസ്സിലാക്കിയത്. ഇപ്പം മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഓക്കെ, അതൊക്കെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇവർ 4 കൊല്ലം ഇവർ ഒരുമിച്ച് ജീവിച്ചു. അപ്പം ഈ കിച്ചുവിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കിച്ചു സ്പെൻഡ് ചെയ്യുന്നതും ശ്രുതി ചെലവഴിക്കുന്നതെല്ലാം കണ്ടത് ഈ രേണുവുമായിട്ടാണ്. 2018 ഇവർ ജീവൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, 2018-19 എല്ലാം കഴിഞ്ഞ് 20 കൊറോണ ടൈമിലെല്ലാം ഇവർ ഒരുമിച്ചാണ്. അപ്പം ഈ ഏറ്റവും കൂടുതൽ ഇവർ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളത്, ഈ കിച്ചു ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളത് ഈ രേണുവിൻ്റെ കൂടെ 4 കൊല്ലം. മറ്റുള്ള ആൾക്കാരെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, വീണ, ശാലിനി ആൾക്കാരെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇവരെ ഇപ്പം ശാലിനി എന്ന് പറയുന്ന ആളെ കിച്ചുവിന് അറിയത്തുപോലുമില്ല, ആരാന്ന് പോലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈ വീണയെന്ന് പറയുന്ന ആളുമായിട്ടുള്ള ലൈഫിൻ്റെ ഇടയ്ക്ക് കിച്ചു ക്ലാസ്സിന് പോകുന്നു, വരുന്നു. കാരണം കിച്ചു കാണുന്നതെല്ലാം ഇവർ അടിപിടി കൂടുന്നത്. ഓക്കെ, അതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കഴിഞ്ഞ വീഡിയോയിൽ അതിനെ പറ്റിയിട്ടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പം രേണുവിനെ കുറ്റപ്പെടുത്തി പറയാൻ പറ്റത്തില്ല. പിന്നെ അത് വേറൊരു കുറേ കാര്യങ്ങളുമുണ്ട് അതിൻ്റെ ഇടയിൽ. രേണുവിൻ്റെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതൊന്നും കിച്ചുവിന് അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. അത് കിച്ചു ശ്രുതി എന്നൊരു കലാകാരനെ, ശ്രുതി അച്ഛനെ ഓർത്തിട്ട് മാത്രമാണ് അവരെ ഇപ്പം കുറ്റപ്പെടുത്തി സംസാരിക്കാത്തത്. പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോയിൽ, ഞാൻ പറയുന്ന കഥയിൽ അതൊക്കെ ഞാൻ വെളിയിൽ ക്ലൈമാക്സിൽ ഞാൻ അതെല്ലാം എത്തി കാണിച്ചു തരാം എന്താ സംഭവം എന്ന്. ഓക്കെ, ഇപ്പോൾ അത് ക്ലിയർ ആയെന്ന് മനസ്സിലായി കാണുമല്ലോ. അല്ലാതെ ഒരു കാരണവശാലും രേണുവിനെ സപ്പോർട്ട് ചെയ്തല്ല സംസാരിച്ചത്. രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, ഫിറോസിനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിച്ചു ഇപ്പം നിൽക്കുന്നത്. കാരണം കിച്ചും കൂടെ ഇതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പ്രശ്നമാകും. അവൻ്റെ പഠിത്തത്തെ ബാധിക്കും, അവൻ്റെ മുമ്പോട്ടുള്ള ഫ്യൂച്ചറിനെ ബാധിക്കും. അതുകൊണ്ട് അവൻ സൈലൻ്റ് ആയിട്ടിരിക്കുന്നതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇടപെടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ആ ലൈവിൽ വന്ന് തന്നെ കള്ളു കുടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഞാൻ അടുത്ത് എന്താണെന്നുള്ളത്
നീ മിണ്ടാതിരിക്കുന്നോളം നിന്റെ അച്ഛൻ നാണം അതും ഒരു സംഭവമാണ്. മിണ്ടാതിരിക്കുന്നു എന്നുണ്ട് ഇവൻ ചെയ്തെന്ന് ആവത്തില്ല. ഒരു സംസാരം വേണ്ട എന്നുള്ള രീതി ഇവന്റെ ഒരു സൈഡ് ക്ലിയർ ആൻഡ് കട്ടായിട്ട് പറയും. പറഞ്ഞോട്. ഞാനിപ്പോ ഓരോ സെക്കൻഡ് മാരേജ് അതാണ് ഏറ്റവും സെക്കൻഡ് മാരേജ്, അങ്ങനെ ഒരു മാരേജ് നടന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഒക്കെ അല്ലായിരുന്നു, എപ്പോഴും അടിയും കാര്യങ്ങളായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, അങ്ങനെ മാറിപ്പോയതാണ്. അവരായിട്ട് ഡിസിഷൻ എടുത്ത് മാറിയതാ. പറയുന്ന കാര്യങ്ങളൊന്നും അത്ര കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അതിവിടെ പറഞ്ഞ് വീണ്ടും അതിനൊരു പ്രശ്നമാക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്റെ ഓക്കെ, കിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിച്ചു തന്നെ പറയുന്നുണ്ട് ഈ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ ഞാൻ പോകുന്ന റൂട്ട് ഓക്കെയാണ്, കാരണം സൈലൻ്റ് ആയിട്ട് പോകുന്നത് ഓക്കെയാണ്. ഇതിലായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഫുള്ള് പ്രശ്നമാവും, ഈ അവൻ്റെ പഠിത്തത്തെ എല്ലാം ബാധിക്കും. അതുകൊണ്ടാണ് കിച്ചു അതിനകത്ത് ഇടപെടാത്തതെന്ന് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ല, ഒരു ഐക്യമുള്ള ആൾക്കാരാണെങ്കിൽ അത് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ വീണയെ പറ്റിയിട്ടാണ്, സെക്കൻഡ് മാരേജ് കേസിൽ വീണയെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് ലീഗലി നടന്നൊരു മാരേജാണ്, എല്ലാവരും അറിഞ്ഞുകൊണ്ട് നടന്നൊരു മാരേജാണ് വീണയുമായിട്ടുള്ള മാരേജ്. അപ്പോൾ അതും കിച്ചു പറയുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, എന്നാൽ ഞാനൊരു സ്റ്റോറി കൊണ്ടുവരുന്നുണ്ടല്ലോ, ഇവരെ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള കുറേ കാര്യങ്ങളായിട്ടുള്ളൊരു സ്റ്റോറി. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ സ്റ്റോറിയും കിച്ചു ഇപ്പോൾ ലൈവിൽ പറഞ്ഞ കാര്യങ്ങളും എത്രത്തോളം സത്യം സെയിം ആണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞ കാര്യം. ഇപ്പോൾ കിച്ചു വീണയെ പറ്റി പറയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണയും സുധിയുമായിട്ട് ഒരുപാട് കൊല്ലം ജീവിച്ചിട്ടില്ല, ഏകദേശം 1 കൊല്ലം മാത്രമേ, 1 കൊല്ലം പോലും പോയിട്ടില്ല, ജീവിച്ചിട്ടില്ല, ഒരുമിച്ച് ജീവിച്ചിട്ടില്ല, 1 കൊല്ലം പോലും പോയിട്ടില്ല. 1 കൊല്ലം അടുപ്പിച്ച് ഇവർ ജീവിച്ചിട്ടുണ്ടെങ്കിലും ഒരു 6 മാസത്തോളം ഇവർ വഴക്കായിരുന്നു. വഴക്കെന്ന് പറഞ്ഞാൽ അതിൽ കിച്ചുവിന് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, ഇവർ ഹെയ്ഡ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. കാരണം കിച്ചു നോക്കുമ്പോഴത്തേക്ക് ഇവർ വഴക്ക് കൂടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാവുന്നു എന്നുള്ളൊരു ഇത് മാത്രമേ കിച്ചു കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇതിൻ്റെ വേറൊരു സത്യം കിച്ചുവിന് ഇപ്പം മനസ്സിലായി വരുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതിലാണ് ആൾക്കാർ നെഗറ്റീവായിട്ട് ചിന്തിച്ചത്. കാരണം കിച്ചു രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു, വീണയൊക്കെ തഴഞ്ഞ് സംസാരിക്കുന്നു എന്നാണ്. സത്യം പറഞ്ഞാൽ കിച്ചുവിന് ഇതിൻ്റെ വെളിയിലൊരു സത്യം കിച്ചുവിന് അറിയത്തില്ല. കിച്ചു കാണുമ്പോഴെല്ലാം വീണയും സുധിയും എപ്പോഴും വഴക്ക്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആ വഴക്ക് ഉണ്ടാവാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാലിനിയുമായിട്ടുള്ളൊരു റിലേഷൻ തുടങ്ങുന്ന ആ സമയത്തും ശാലിനി ഉണ്ടായിരുന്നു, ശാലിനിക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ശാലിനി, വീണ, രേണു ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാവുന്ന ആൾക്കാരായിരുന്നു. അപ്പം പൈസ അയച്ചു കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിട്ടുള്ള അങ്ങനെ അവിടുന്ന് തുടങ്ങിയൊരു പ്രശ്നമാണ്. സുധി ശാലിനിക്ക് പൈസ എല്ലാം അയച്ചു കൊടുക്കുന്നു, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോഴും സുധി എനിക്ക് തോന്നുന്നു കിച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞു കാണത്തില്ല, ശാലിനി എന്നുള്ളൊരു അമ്മ ഉണ്ടായിരുന്നു, ശാലിനി ആണ് നിന്റെ അമ്മ എന്നൊന്നും പറഞ്ഞു കാണാൻ ചാൻസ് ഇല്ല. കാരണം അതൊക്കെ ഒരു കഴിഞ്ഞൊരു ചാപ്റ്റർ ആയതുകൊണ്ട് സുധി മകനെ കൂടെ അറിയിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അതാണ് സ്റ്റാർ മാജിക്കിൻ്റെ 4 പറഞ്ഞിട്ടുള്ളത്, കിച്ചുവിനെ തന്നിട്ട് അമ്മ പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും അമ്മ നിലവിലുണ്ടെന്നുള്ളൊരു കാര്യം കിച്ചുവിന് അറിയത്തില്ല. നിലവിൽ അമ്മ ഉണ്ടെന്നുള്ളൊരു കാര്യം കിച്ചുവിന് അറിവായിട്ട് പോലും കിച്ചുവിൻ്റെ അമ്മ അവിടെ നിലവിലുണ്ടെന്നൊരു കാര്യം കിച്ചുവിന് അറിയത്തില്ല, ആരും പറഞ്ഞിട്ടുമില്ല. അപ്പം ഈ പൈസ അയച്ചു കൊടുക്കുന്ന പ്രശ്നമായിട്ടെല്ലാം വീണ സംസാരിക്കുന്നു, കാരണം ദേഷ്യപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. ഒരു ബന്ധം കഴിഞ്ഞിട്ട് പുതിയൊരു ബന്ധത്തിലോട്ട് വരുമ്പോഴത്തേക്ക്, പഴയ ബന്ധത്തിലോട്ട് വീണ്ടും പോകുമ്പോഴത്തേക്ക് അതിനെ അവിഹിതം എന്ന് വേണമെങ്കിൽ പിന്നെ പറയാം. അപ്പം അങ്ങനെയൊക്കെ പോകണമെങ്കിൽ വീണ്ടും പോകുമ്പോഴത്തേക്ക് വീണ്ടും അവരെ സഹായിക്കുന്നു, പൈസ അയച്ചു കൊടുക്കുന്നു. അവർ വല്ലവൻ്റെയും കൂടെ ഇറങ്ങിപ്പോയ ഒരാളാണ്. അപ്പം അവരെ അങ്ങനെ നല്ലത് പറയാൻ പറ്റത്തില്ല. ഒരു മരണപ്പെട്ടു പോയ ഒരാളാണ് എങ്കിൽ തന്നെ അവർ നല്ലൊരു, കാരണം അവർ കുറച്ച് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ സുധിയെ ഇട്ടിട്ട് വേറൊരാളെ കൂടെ ആ കുഞ്ഞിനെയും സുധിയെ ഇട്ടിട്ട് പോകത്തില്ലായിരുന്നു, അത് വേറെ കാര്യം. അപ്പോൾ വീണയുടെ സൈഡ് നോക്കുമ്പോൾ ശരി തന്നെയാണ്, അങ്ങനെ ആര് ചെയ്താലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ വീണയെന്ന് പറഞ്ഞ ഒരാൾ ശരിക്കും ഒരു കുടുംബിനി തന്നെയാണ്. അത് ഈ കിച്ചൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവർ തമ്മിൽ വലിയ ഒരുപാട് വർഷങ്ങളൊന്നും ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. ഈ രണാസുനെ ജീവിച്ചതുപോലെ 4 കൊല്ലമൊന്നും ജീവിച്ചിട്ടില്ല. ഒരു വർഷത്തിൻ്റെ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 7 മാസമാണ് ഇവർ പോയിട്ടുള്ളത്. 1 വർഷം അടുപ്പിച്ച് പോയിട്ടില്ല. ആ സമയത്തെല്ലാം ഇവർ വഴക്ക് ഉണ്ടാവുന്നത് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നത്തിലാണ്. പിന്നെ വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയണമെങ്കിൽ വീണയെന്ന് പറഞ്ഞ ഒരാളെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് പറയത്തുള്ളൂ. കാരണം ഇത് ഫാമിലി ആയിട്ടുള്ളൊരു പ്രശ്നം തന്നെ ആണ്.
അതിൻ്റെ ഇടയ്ക്ക് രണാസുന കയറി വരുന്നു, രണാസുനയായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പം മൊത്തത്തിൽ ക്ലാഷായി കിടക്കുക, വീണയ്ക്ക് പ്രാന്ത് പിടിച്ച് കിടക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഇതൊക്കെ ഒരു പൊടി ചെറുക്കനോട് പറയേണ്ട കാര്യമില്ല. ഒരു നമ്മളായാലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൊച്ചു പിള്ളേർക്ക് പറയുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാവാതെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളും കിച്ചുവിനുണ്ട്. അതുകൊണ്ടാണ് കിച്ചു അവിടെയും രേണു സുധീനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ ആൾക്കാർ ചിന്തിച്ചെടുക്കുന്നത് കിച്ചു അത് പറയുമ്പോഴത്തേക്ക്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നോക്കാം എന്താ സംഭവം. കണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്? ഞാൻ ഇവിടെയാണ് ഹാപ്പി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു ടൈം കഴിഞ്ഞപ്പം എന്താണ് എനിക്ക് അവിടെ ഒരു കംഫർട്ടായിട്ട് തോന്നിയില്ല. ഞാൻ കുഞ്ഞിലോട്ടെ ഇവിടെ തന്നെയാണ് നിൽക്കുന്നതും. അപ്പം അച്ഛൻ പോയതിനു ശേഷം ഒരു ഇതായിട്ട് തോന്നിയില്ല. അപ്പം അവിടെ അത്ര അങ്ങോട്ട് കംഫർട്ടായിട്ട് തോന്നില്ല. പിന്നെ ഇവിടെ ആകുമ്പം ആക്ടിങ്ങിനെ പറ്റി പറ. അവരുടെ അമ്മയുടെ പുള്ളിക്കാരി ആക്ടിങ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഇപ്പം വന്നല്ലേ ഉള്ളൂ. അത് തന്നെ വന്ന ഉടനെ ഇപ്പം മുമ്പത്തെ കാട്ടി ഇത്തിരി കൂടെ ഇല്ലേ? എനിക്ക് ചില റീൽസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പണ്ടത്തെ കാട്ടി ഇത്തിരി കൂടെ ഇമ്പ്രൂവ്മെന്റ് ഉള്ളവരൊക്കെ തോന്നുന്നു. ചിലതൊന്നും അങ്ങോട്ട് ചിലതശ എന്തുവാ പുള്ളിക്കാരിക്ക് ചെയ്യാൻ പറ്റാത്ത റോളായിരിക്കും. ചെയ്യാൻ പറ്റാത്തെന്ന് വെച്ചാൽ സൂട്ടാകത്തില്ല. ഓക്കെ, രേണുവിനെ സപ്പോർട്ട് ചെയ്താണ് ലൈവിൽ സംസാരിക്കുന്നതെന്ന് പറയുന്ന ആൾക്കാർ ഇതൊന്ന് ശ്രദ്ധിച്ചു വേണം കേട്ടോ. ഇപ്പം കിച്ചുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ പുതിയ വീട്ടിൽ നിൽക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിച്ചു പറയുന്നുണ്ട് എനിക്ക് ഇവിടാണ്, കൊല്ലത്താണ്, അച്ചാമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നതെന്നും അതുപോലെ അച്ഛൻ്റെ അമ്മ, അച്ഛമ്മ എന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെയൊക്കെയാണ് നിൽക്കുന്നതെന്നും കൊല്ലത്തുണ്ട് ആള്. അപ്പം ഇവിടാണ് എനിക്ക് കംഫർട്ട്, ഇവിടാണ് ഓക്കെ, എനിക്ക് അവിടെ കംഫർട്ട് അല്ലെന്നാണ് പറയുന്നത്. പക്ഷേ കൂട്ടുകാരൻ പൊളിയാണ് കേട്ടോ, കൂട്ടുകാരൻ ഭയങ്കര രസമാണ്. സംഭവം കിച്ചൻ്റെ കാര്യങ്ങൾ ഫുൾ കാര്യങ്ങൾ അവനിക്കറിയാം, എല്ലാ ഡീറ്റെയിൽസും അവനിക്കറിയാം. സംഭവം ആള് പൊളി തന്നെയാണ്, നല്ല രസമുണ്ട് ആള്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് കിച്ചൻ്റെ കൂട്ടുകാരൻ കേട്ടോ. ഇപ്പം അവിടെ കംഫർട്ടല്ലെന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം കിച്ചുവുമായിട്ട് അവിടെ ഉള്ള ആൾക്കാർ പൊരുത്തപ്പെട്ട് പോകത്തില്ല. കാരണം അച്ഛനുമായിട്ട് ഇല്ലാത്ത സ്ഥിതിക്ക് അവരൊരു അകന്ന ബന്ധമാണ് അവർ തമ്മിൽ. അപ്പം അവിടെ കിച്ചുവിന് ഒരു കാര്യത്തിലും ഫ്രീഡം കാണത്തില്ല, ഒരു കാര്യത്തിലും സമാധാനം കാണത്തില്ല. എല്ലാവരും കിച്ചുവിനെ തള്ളി കാണുന്ന ഒരു അവസ്ഥയിലായിരിക്കും അവിടെ നിന്ന് കഴിഞ്ഞാൽ കിച്ചുവിന് ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ. അപ്പം അവിടെ കംഫർട്ടല്ല. കാരണം അവിടെ തന്നെ കാലം എത്രയോ ബെറ്ററാണ് എനിക്ക് ഇവിടെ. അവിടെ പോയി കഴിഞ്ഞാൽ കാരണം എനിക്ക് അവിടെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് കിച്ചു പറയുന്നത്. അപ്പം അത് ഒരു രീതിയിൽ നമ്മളിപ്പം വളച്ചൊടിച്ച് പറയുമല്ലോ, അപ്പം വളച്ചൊടിച്ച് നേരെ പറയാതെ തന്നെ അത് വളച്ചൊടിച്ച് മനസ്സിലാവേണ്ട ആൾക്കാർക്ക് അത് മനസ്സിലാക്കുവാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കിച്ചുവിന് അങ്ങനെ സംസാരിക്കാൻ പറ്റൂ. കാരണം കുറേ നാൾ കിച്ചു അവരുടെ കൂടെ എല്ലാം ജീവിച്ച ആൾക്കാരാണ്. ഈ തങ്കച്ചൻ്റെ കൂടെ ഇപ്പം രേഷ്മയുടെ ഫാമിലിയോടൊക്കെ കൂടെ ജീവിച്ച ആളാണ്. ഈ വീഡിയോയിൽ പല സ്ഥലങ്ങളിലും രേഷ്മയെ പറ്റി പറയുമ്പോൾ കിച്ചു നൈസായിട്ട് കിച്ചുൻ്റെ കൂട്ടുകാരനൊക്കെ ഊക്കി വിടുന്നുണ്ട്. ഇനി അഭിനയത്തെ പറ്റിയിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നുണ്ടല്ലോ ചിലതൊക്കെ അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്നാണ് കിച്ചു പറയുന്നത്. ചിലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ കോലാഹലങ്ങളും ഡ്രസ്സിങ്ങും കാര്യങ്ങളും കൂട്ടുകാരന് അത് പറയുന്നുണ്ട്. ചില ഇതൊന്നും അങ്ങോട്ട് സ്യൂട്ട് ആവുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആളെ അങ്ങോട്ട് പോയി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ രണ്ടുപേരും കൂടെ ഏറി കയറ്റി വിടുവാണ്. കാരണം അങ്ങനെ സംസാരിക്കാൻ പറ്റൂ, നല്ല ഊക്കി വിടുവാണ് കേട്ടോ. ചിലതൊന്നും അങ്ങോട്ട് അങ്ങ് ദഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇത് സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നത്, കാരണം അങ്ങനെ സംസാരിക്കാൻ പറ്റൂ. രേണുവിൻ്റെ മുമ്പിൽ ഇപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷനാണ് കിച്ചുവിൻ്റെ സിറ്റുവേഷൻ. അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഇനി അടുത്തത് നോക്കാം. ഓഡിയൻസ് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ പറഞ്ഞല്ലോ. നമ്മൾ നല്ലതല്ലെന്ന് അത് നല്ലൊരു കാര്യമില്ലേ? നല്ലതല്ലാന്ന് പറയുമ്പോൾ എന്തോ അവർ ഇത്രയും കൂടെ ആ നല്ലതല്ലാത്ത കാര്യം ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബെറ്ററാ ഇല്ലേ? നല്ലതല്ലെങ്കിൽ നല്ലതല്ലാന്ന് പറയണം, അപ്പോഴല്ലേ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. ഇന്ദു അമ്മ ഇങ്ങനെ എന്നെയും വിളിച്ച് എന്നെ ഇങ്ങനെ എന്തോ കൊച്ചിലെ നോക്കിയതാണ് കാര്യം. എനിക്ക് കറക്റ്റ് അങ്ങനെ അറിയത്തില്ല, എന്റെ പ്രായം അതായിരുന്നു, അതുകൊണ്ടായിരിക്കും കറക്റ്റ് അങ്ങനെ അറിയത്തില്ല. അപ്പം വീട്ടിലിങ്ങനെ ചോദിച്ചാൽ പറഞ്ഞ് ഏതോ ഒരു ആന്റി എന്നെ കുറച്ച് നാൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഈ ഇന്ദുവിനെ പറ്റിയിട്ട് കുറച്ച് പേര് കമന്റ് ഇട്ടത് ഞാൻ കണ്ടായിരുന്നു. കാരണം ഇന്ദു അവിടെ പോയി, ഇന്ദു കിച്ചുവിനെ നോക്കിയെന്നൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു ക്ലിയർ ഉത്തരവാണ് കിച്ചു ഇവിടെ ഇപ്പം തന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദു എന്ന് പറഞ്ഞ ആൾ ഈ കിച്ചുവിനെ വലുതായിട്ട് അങ്ങോട്ട് നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞിട്ടുള്ള സുധി കഴിഞ്ഞ ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം സത്യമാണെന്ന് ഈ ലൈവ് കണ്ട ആൾക്കാർക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം സത്യമുണ്ടെന്ന് ആ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞത് 4 വയസ്സോളം അടുപ്പിച്ച് സുധിയുടെ കയ്യിലായിരുന്നു കിച്ചു. ആ സമയത്ത് പരിപാടിക്കെല്ലാം പോകുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അപ്പം സുധിക്ക് വെളിയിലുള്ള ഷോസ് അവതരിപ്പിക്കേണ്ടതായിട്ടുള്ള സമയം വരും. അതുപോലെ കുറച്ച് ലോങ് ഒക്കെ പോകേണ്ട സമയം വരും. അപ്പോൾ ആ സമയത്ത് ഈ ഇന്ദു എന്ന് പറഞ്ഞ ആളാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. അല്ലാതെ സുധി ആ സമയത്തൊന്നും സുധിയുടെ കൊല്ലത്തുള്ള ഈ സുധിയുടെ
കൊല്ലത്തുള്ള വീട്ടുകാരുമായിട്ട് ശ്രുതിക്ക് അത്ര അറ്റാച്ച്മെന്റ് ഇല്ല. അപ്പോൾ ഇങ്ങനെ കുഞ്ഞിനെ വേറൊരാളായി കൊടുത്തിട്ട് ശ്രുതി പോകുന്ന സമയത്തൊക്കെ ആൾക്കാർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാ ഈ കുഞ്ഞിനെ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്, വീട് കിടക്കുമ്പോൾ സ്വന്തം വീട്ടിൽ ഉള്ള ആൾക്കാർ കിടക്കുമ്പോഴത്തേക്ക് അവരെ വിളിച്ചു വരുത്തിയിട്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിൽ നല്ലതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ സ്റ്റോറിയും ഈ കിച്ചു പറയുന്നതും വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇന്ദു എന്ന് പറഞ്ഞ ആൾ ഈ പറഞ്ഞ പോലെ കണ്ട കിച്ചുവിന് അറിവില്ലാത്തൊരു പ്രായത്തിലാണ് ഇവർ നോക്കിയത്. വലിയ ദിവസങ്ങളോ മാസങ്ങളോ ഒന്നും വർഷങ്ങളൊന്നും നോക്കിയിട്ടില്ല. ഈ ശ്രുതി എന്ന് പറഞ്ഞ ആൾ ഷോയ്ക്ക് പോകുന്ന സമയത്ത് 1 or 2 ദിവസം അത് വേറൊരാൾ പറഞ്ഞ് വിടിയിപ്പിച്ച ആളാണ് ഇന്ദു. ജസ്റ്റ് കുഞ്ഞിനെ ഒന്ന് നോക്കാവോ എന്ന് പറഞ്ഞിട്ട് വേറൊരു വ്യക്തി പറഞ്ഞിട്ടാണ് ഈ ഇന്ദു വന്ന് നോക്കുന്നത് തന്നെ. അത് 1, 2, 3, 4 ദിവസങ്ങൾ ഇങ്ങനെ മാസത്തിൽ ഇടവിട്ട് വന്ന് നോക്കിയതല്ലാതെ അങ്ങനെ കണ്ടിന്യൂ കിച്ചുവിനെ അങ്ങ് നോക്കിയെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഇന്ദുവിൻ്റെ കേസ് ഞാൻ അവിടെ സംസാരിക്കുകയായിരുന്നു. കുറച്ച് കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇന്ദു ഒന്ന് അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ ഒരു ആ കാര്യം മുതലെടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ പറയുന്ന സ്റ്റോറി കറക്റ്റായിട്ടുള്ള റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ രണ സുനീൻ്റെ സ്റ്റോറി ഉണ്ടല്ലോ, ഞാൻ പറയുന്ന സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ജിത്തു ജോസഫിൻ്റെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു സിനിമയാക്കി എടുക്കാം എന്ന് ഞാൻ പറയുന്നത്. അത്രമാത്രം ഇതിനകത്തുണ്ട് കുറേ കാര്യങ്ങൾ. കിട്ടി അതെല്ലാം പുള്ളിക്ക് അങ്ങോട്ട് സെറ്റായിട്ടില്ല ഒന്നും. ഫസ്റ്റത്തെ ആണെങ്കിലും ഞാനുണ്ടായി, ഒരു സമയം കഴിഞ്ഞപ്പോൾ അതും ഇതായി. രണ്ടാമത് കിട്ടിയത് ഇതിലൊക്കെ അല്ലായിരുന്നു. അതിപ്പോ പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ, ലൈഫല്ലേ. എല്ലാ കാര്യത്തിനും ആ, ഭയങ്കര രണ്ടുപേരും- സപ്പോർട്ടാണ്. പക്ഷെ അവർ രണ്ടുപേരും അങ്ങോട്ട് നല്ല രീതിക്ക് ഒക്കെ അല്ല. എപ്പോഴും മഴക്കാരൻ രാത്രി അതായത് 2 മണിക്ക് ഒരച്ഛൻ വീട്ടിൽ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. കാരണം ശ്രുതി എന്നൊരു പറഞ്ഞ ഒരാൾ ഒരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു എന്ന് എൻ്റെ ഒരു ഇത് ഞാൻ മുമ്പോട്ട് പോകുന്ന സ്റ്റോറിയിലൂടെ എനിക്ക് മനസ്സിലായി വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ശ്രുതിയെ കുറേ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നുണ്ട്, ശ്രുതി ഫ്രോഡാണ്, കോഴിയായിരുന്നു എന്നെല്ലാം പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് അങ്ങനെയൊന്നും അല്ല. ശ്രുതി ഒരു പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്കിപ്പോൾ മുമ്പോട്ട് പോകുന്ന സമയത്തെല്ലാം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം റിയൽ ലൈഫിൽ പുള്ളി ജെന്യൂനായിട്ടുള്ളൊരു വ്യക്തിയാണ്. പച്ചയായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ വെറും പച്ചയായിട്ടുള്ള മനുഷ്യൻ, ആർക്കും കണ്ണടച്ച് ആരെയും വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കിച്ചുവും പറയുന്നുണ്ട്. ശരിയാണ്, കിച്ചുവിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ശ്രുതി ഈ പറഞ്ഞിട്ടുള്ള മിമിക്രീനും അതിൽ നിന്നൊക്കെ പോകുന്ന സമയത്ത്, മിമിക്രി ട്രൂപ്പിലൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് മുഖനെ നോക്കാൻ ഒരാൾ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളിലൊക്കെ ചെന്ന് ശ്രുതി ചാടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, എൻ്റെ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇവർ തമ്മിലുള്ള ഈ രണാസുനെ ഇങ്ങനെ ആവാനുള്ളൊരു സ്റ്റോറി ഉണ്ടോ ഞാൻ ഇപ്പോൾ പറയുന്നത്, അതിൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ വീണയുടെ കാര്യം എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണയും ഇവർ തമ്മിൽ ഒരുപാട് ദിവസങ്ങളൊന്നും പോയിട്ടില്ല. ഇവർ ലൈഫിലോട്ട് കയറിയ സമയത്ത് തന്നെ, ലീഗലി മാരേജ് ചെയ്ത വ്യക്തികളാണ്. ലൈഫിലോട്ട് കയറിയ സമയത്ത് തന്നെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ, ശ്രുതിയുടെ മുമ്പുള്ള വൈഫുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞിട്ട് രേണുമായിട്ടുള്ള അടുപ്പം. അപ്പോൾ ഈ സമയത്തൊന്നും കിച്ചുവിന് അറിയത്തില്ല രേണുമായിട്ടുള്ള കോൺടാക്ട്സും ശ്രുതി കോൺടാക്റ്റും ബന്ധങ്ങളൊന്നും കിച്ചുവിന് അറിയത്തില്ല. കാരണം കിച്ചു കൊച്ചിറങ്ങനാണ്. അപ്പം അതിൻ്റെ ഒരു കിച്ചുവിന് കുറച്ച് ഇതിനുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അറിയാത്തതുകൊണ്ട് മാത്രമാണ് രേണുവിനെ ഇപ്പം വീണയെ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ തമ്മിൽ വഴക്കുണ്ടാവുന്ന മാത്രമേ കിച്ചു കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കിച്ചു ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് സ്റ്റോറികളുണ്ട്, ഇത് വേറെ ആരും. അപ്പം അതിലും കിച്ചുവിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ശ്രുതി ഏറ്റവും കൂടുതൽ ജീവിച്ചിട്ടുള്ളത് 4 കൊല്ലം ജീവിച്ചിട്ടുള്ളത് ശ്രുതിയുടെ കൂടെ മാത്രമാണ്. അതല്ല ഈ രേണു ശ്രുതിയുമായിട്ട് അങ്ങോട്ട് ഇങ്ങനെ ഈ പ്രശ്നങ്ങളോ വഴക്കുകളോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇല്ലയെന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുവിന് അവിടെ ഒരു ലൈഫല്ലായിരുന്നു വേണ്ടുന്നത്. രേണുവിന് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണമായിരുന്നു വേണ്ടുന്നത്. അപ്പോൾ ശ്രുതി കുടിച്ചിട്ട് വന്നാലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചാലോ എടുത്താലോ വേറെ പെണ്ണുങ്ങളുമായിട്ട് സംസാരിച്ചാലോ ചാറ്റ് ചെയ്താലോ ഒന്നും രേണുവിന് പ്രശ്നമല്ല. പക്ഷേ പണം കൃത്യമായിട്ട് കിട്ടിയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഡീലിംഗ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ പണമാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. രേണുവിന് പണമാണ് മുഖ്യം. പണം എല്ലാവർക്കും ആവശ്യമാണ്, പക്ഷേ അത് നേടേണ്ട രീതിയിൽ നേടണം. ശ്രുതിയെ എടുത്ത് സമൂഹത്തിന് മുമ്പിൽ ഇട്ട് കൊടുത്ത് തിന്നാൻ കൊടുത്തിട്ടല്ല അത് നേടേണ്ടത്. ഇപ്പോൾ ഈ ശ്രുതി ഈ രേണു കാരണമാണല്ലോ ഇതെല്ലാം ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അതിനെ പറ്റിയിട്ട് അറിയാത്തതുകൊണ്ടാണ് ഈ വീണയെ പറ്റിയിട്ട് ഇവിടെ സംസാരിക്കുന്നത്. അത് കിച്ചുവിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം കിച്ചു കണ്ടിട്ടുള്ളത് വെച്ച് നോക്കുവാണെങ്കിൽ, അപ്പോൾ നമ്മളൊക്കെ ചെറുപ്രായത്തിൽ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ നമ്മളൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇപ്പം മാതാപിതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മളെ ഇപ്പം പുതുതായിട്ട് ഇപ്പം കയറി വന്ന ഒരാളുമായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് അവരോടായിരിക്കും നമുക്കൊരു കുട്ടി എന്ന നിലയ്ക്ക്, കുഞ്ഞെന്ന നിലയ്ക്ക് നമുക്ക് ദേഷ്യവും ഇതൊക്കെ തോന്നുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും
ആ അച്ഛനുമായിട്ട് കയറി വന്ന ഒരാൾ, കയറി വന്നൊരു സ്ത്രീ വഴക്ക്. അപ്പം സ്വാഭാവികമായിട്ട് അവനിക്ക് അങ്ങനെ ഇത് തോന്നും. അപ്പോൾ അതാണ്, അതുകൊണ്ട് അതിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട, രേണുവിനെ സപ്പോർട്ട് ചെയ്തൊന്നും ചിന്തിക്കേണ്ട. കാരണം കിച്ചുവിന് അത് കുറച്ച് കാര്യങ്ങൾ അത് ക്ലിയർ ലൈഫിൽ മനസ്സിലാവാത്തതുകൊണ്ട് മാത്രമാണ് അവിടെ അങ്ങനെ സംസാരിച്ചത്. രേണു നോക്കിയല്ലേ, എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ, അച്ചാമ്മ, വല്യമ്മ, വല്യച്ഛൻ, അവരെല്ലാരും തന്നെയാണ്. കേട്ടല്ലേ, എല്ലാരും കേട്ടല്ലേ. ഞാൻ പറഞ്ഞുതരാം, ഒരു 3 വയസ്സായപ്പോഴാണ് അച്ഛനും ഞാനും കൂടെ കൊല്ലത്തോട്ട് വരുന്നതും. പിന്നെ മൊത്തം നോക്കിയത് അച്ചാമ്മ, വല്യച്ഛൻ, വല്യമ്മ. അച്ഛൻ വരും, അച്ഛനന്ന് ഭയങ്കര ഷൂട്ടപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്നത്, മൊത്തം എന്നെ നോക്കിയത് ഇവരാണ്. അങ്ങനെ ഒരു വലിയൊരു സ്റ്റോറിയാണ് മൊത്തത്തിൽ. കണ്ട കിച്ചു തന്നെ പറയുന്നുണ്ട്, പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇത് വലിയൊരു സ്റ്റോറിയാണ്. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, ഇത് വലിയൊരു സ്റ്റോറിയാണ്. കാരണം ഇത് കുറച്ച് പാട്ടായിട്ട് ചെയ്യാനേ പറ്റൂ. കാരണം ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സിനിമയെക്കാളും മേലെ കയറി പോകും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിച്ചുവിനെ നോക്കിയത് ഒരു 3-4 വയസ്സ് വരെ കിച്ചുവിനെ നോക്കിയത് ഈ പറഞ്ഞിട്ടുള്ള ശ്രുതി തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കിച്ചുവിൻ്റെ വീട്ടുകാരാണ്, ശ്രുതിയുടെ വീട്ടുകാരാണ്, കൊല്ലത്തുള്ള വീട്ടിലെ അമ്മയും അവരൊക്കെ തന്നെയാണ്, ശ്രുതിയുടെ ജ്യേഷ്ഠനും ഇവരൊക്കെ തന്നെയാണ് കിച്ചുവിനെ നോക്കിയതും പഠിപ്പിച്ചതും 14 വയസ്സ് വരെ വളർത്തിയതും അവർ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം സത്യമാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വീണയുടെ കേസ് കേട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ അതും ശരി തന്നെയാണ്. കാരണം ഇപ്പോൾ രേണുവും ശ്രുതിയും തമ്മിൽ ലൈഫിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കിച്ചു കണ്ടിട്ടുള്ള ശ്രുതിയുടെ ലൈഫിൽ രേണു ജീവിക്കുന്നത് പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉള്ള രീതിയിലല്ല ജീവിക്കുന്നത്. അതല്ല, കൊറോണ സമയത്തൊക്കെ ഇവരെല്ലാം ഒരുമിച്ചായിരുന്നു, കോട്ടയത്തെ വീട്ടിൽ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പം കുറേ സ്പെൻഡ് ചെയ്തത്, ശ്രുതി കുറേ ലൈഫ് സ്പെൻഡ് ചെയ്തത് രേണുവിൻ്റെ കൂടെ മാത്രമാണ്. അതും ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ലൈഫ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലുമാണ് ഇവിടെ കിച്ചു സംസാരിക്കുന്നത്. അല്ലാതെ രേണുവിന് സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നില്ല. അതുപോലെ വീണയുടെ കാര്യത്തിൽ വീണ ലീഗലായിട്ട് കല്യാണം ശ്രുതിയെ കഴിക്കുകയും ലീഗലായിട്ട് അത് പിരിയുകയും ചെയ്ത വ്യക്തിയാണ്. അത് അധിക സമയമൊന്നും അതിനകത്ത് അത് ലൈഫ് ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് വീണയ്ക്ക് ആ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, വീണ അങ്ങോട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്തതാണ്, ശ്രുതി ഇങ്ങോട്ട് വന്നതല്ല. ബാക്കി രണ്ടുപേരും, വീണ ആയിക്കോട്ടെ രേണു ആയിക്കോട്ടെ, ബാക്കി രണ്ടുപേരും ഇങ്ങോട്ട് വന്നാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് വന്നാണ് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതും. ഒരിക്കലും അങ്ങോട്ട് പോയിട്ടല്ല ശ്രുതി പറഞ്ഞത്. ശ്രുതി അങ്ങോട്ട് പോയിട്ട് പറഞ്ഞത് ഒരേ ഒരു വ്യക്തിയോട് മാത്രമാണ്, ശാലിനിയോട്. പിന്നെ കിച്ചുവിനും ശ്രുതിയോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, അത് ശ്രുതിക്കായാലും കിച്ചുവിനായാലും അങ്ങോട്ടും ഇങ്ങോട്ടായാലും അവർ തമ്മിലൊരു അറ്റാച്ച്മെൻറ്റ്, ഒരു ബോണ്ട് ഉണ്ടല്ലോ, ഭയങ്കര ബോണ്ടായിരുന്നു. കാരണം അത്രമാത്രം സ്നേഹം കിച്ചുവിൻ്റെ അച്ഛനോട് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള അവനെ നോക്കിയതും അവനെ ഇങ്ങനെയൊക്കെ അവനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടതും ശ്രുതിയാണ്. അപ്പം ആ ഒരു ലെവലിൽ വെച്ചിട്ട് മാത്രമേ അവനിക്ക് സംസാരിക്കാൻ പറ്റൂ. കാരണം ഒരാൾ വന്നിട്ട്, അപ്പം വീണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണെങ്കിൽ തന്നെ അത് ശ്രുതി ഒരു നെഗറ്റീവിലോട്ടും അത് എടുത്തിട്ടുണ്ട്. ശ്രുതി അപ്പം വീണ കുറച്ച് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്ത് പറഞ്ഞപ്പോഴാണ്, വീണ എന്നൊരാൾ രണ്ടാം ഭാര്യയായിട്ട് വരുന്ന സമയത്താണ് ഇപ്പം ആൾക്കാർ പറയുന്നത് രണ്ടാമതൊരു വൈഫ് ഉണ്ടായിരുന്നു, അപ്പം ശ്രുതി എത്ര കോഴിയായിരുന്നു, എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ ജനങ്ങളൊരു തെറ്റായിട്ടുള്ള കമൻറ്റ് ഇടാൻ തുടങ്ങിയത് അപ്പോഴായിരുന്നു. അതിപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് കിച്ചു ഇങ്ങനെ സംസാരിച്ചത്. കാരണം അതുവരെ ഇപ്പം രേണുവാണ് രണ്ടാമത്തെ വൈഫ് എന്നാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു, വീണയുടെ ഭാഗത്തും ശരിയുണ്ട്, വീണ പറയുന്ന കാര്യങ്ങളും കറക്റ്റാണ്. പക്ഷേ ഇവരുടെ ലൈഫ് മുമ്പോട്ട് ഒരുപാട് പോയിട്ടില്ല. ഒരു ഒരുപാട് പ്രൊസസീവ്നെസ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ അതൊക്കെ കൊണ്ടാണ് ഒരു ലൈഫ് മുമ്പോട്ട് പോയിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ വന്ന സമയത്ത് കിച്ചുവിനെ സ്വാഭാവികമായിട്ട് അത് വിഷമമുണ്ടാക്കി. കാരണം അവർ വന്നുകൊണ്ട് മാത്രമാണ് ഇപ്പം ശ്രുതിയെ കുറേ ആൾക്കാർ നെഗറ്റീവായിട്ട് കണ്ടതും എന്ന് കിച്ചു ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളെ കമൻറ്റൊക്കെ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകളാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്തങ്ങ് വിട്ടോണം. അതുപോലെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം see you guys.